നമസ്കാരം, ഞാൻ ഫാത്തിമ ബീഗം. F&S ഫാർമവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 2017 നടത്തിയ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാർട്ട് 2, പാർട്ട് 3 16 ക്വസ്റ്റ്യൻസ് വീതം. പാർട്ട് 4 17 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഉപയോഗപ്രദമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 41 തൊട്ടാണ് ഈ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ബോർഡൻസ് ടെസ്റ്റ് ഇസ് യൂസ് ടു ഐഡൻറ്റിഫൈ. ഓപ്ഷൻ എ അറാക്കിസ് ഓയിൽ, ഓപ്ഷൻ ബി കാസ്റ്റർ ഓയിൽ, ഓപ്ഷൻ സി സിസേം ഓയിൽ, ഓപ്ഷൻ ഡി ക്ലോവ് ഓയിൽ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓയിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ബോർഡൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി സിസേം ഓയിൽ. ബോർഡൻസ് ടെസ്റ്റ് ഇസ് ആക്ച്വലി ഇറ്റ് ഇസ് എ ടെസ്റ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സിസേം ഓയിൽ. സിസേം ഓയിൽ when it is treated with concentrated HCl and sulfuryl solution in alcohol, it gives a rose red or pink color. സിസേം ഓയിലിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബോർഡൻസ് ടെസ്റ്റ്. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ടു ഐഡൻറ്റിഫൈ ദ അഡൾട്രേഷൻ ഓഫ് പ്യുവർ ദേശി ഗീ. അതായത് പ്യുവർ ഗീയിൽ സിസേം ഓയിൽ ഉണ്ടാവില്ല, പക്ഷേ വനസ്പതി ഗീയിൽ 5% ഓഫ് സിസേം ഓയിൽ ഉണ്ടാവും. ചില സമയത്ത് ഈ പ്യുവർ ഗീയിൽ വനസ്പതി ഗീ കൂടി മിസ് ചെയ്യും. സോ presence of vanaspati ghee detect ചെയ്യാൻ, adulteration of this pure ghee with vanaspati ghee detect ചെയ്യാനായിട്ട് we can use this Borden's test. 41ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ സി സിസേം ഓയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. പൈരിത്രം ബിലോങ് ടു ദ ഫാമിലി. എ കംപ്രിറ്റേസിയെ, ബി ലൊറേസിയെ, സി അപ്പോസൈനേസിയെ, ഡി കമ്പസെറ്റ്. ഇതിലേത് ഫാമിലിയിലാണ് പൈരിത്രം ബിലോങ് ചെയ്യുന്നത്? പൈരിത്രം എന്താണ്? നമുക്കറിയാം, പൈരിത്രത്തിൻ്റെ ഫ്ലവർ ഹെഡ് പൗഡർ ചെയ്തിട്ട് നമ്മൾ ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യും. പൈരിത്രിൻ്റെ അകത്ത് ഉള്ളത് ഈ പൈരിത്രത്തിൻ്റെ ഫ്ലവർ ഹെഡ് പൗഡറാണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ആൻ ഇൻസെക്ടിസൈഡ് ആൻഡ് ഇറ്റ് ബിലോങ് ടു ദ ഫാമിലി. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി കമ്പസെറ്റ്. ഫാമിലിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ആസ്റ്ററേസിയെ, കമ്പസെറ്റെ, അതുപോലെ തന്നെ സൺഫ്ലവർ ഫാമിലി. Question number 43. Clavinger apparatus is used for the estimation of option A volatile oil, option B tannins, option C alkaloids, option D total phenolic compounds. എന്തിനാണ് ക്ലാവിഞ്ചർ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ വോളറ്റൈൽ ഓയിലാണ് കറക്റ്റ് ആൻസർ. വാട്ട് ആർ വോളറ്റൈൽ ഓയിൽസ്? Volatile oils or essential oils എന്ന് പറയുന്നത് they are the constituents that are present in various plants ആണ്, which are characterized by their presence of എന്തൊക്കെ ഉണ്ടാവും? terpenes, sesquiterpenes. They constitute of terpenes, sesquiterpenes, oxygenated compound, sometimes aromatic compounds, which are volatile in nature or volatile in room temperature and also have an oily appearance. Clavinger apparatus is used for the extraction of this volatile oil by hydrodistillation technique വഴി. ഓക്കെ, ഈ ക്ലെവഞ്ചർ അപ്പാരറ്റസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലാസ്ക് ഓഫ് വേരിയിങ് സൈസ് ആണുള്ളത്. അതിൽ നമ്മൾ വി ടേക്ക് വാട്ടർ അലോങ് വിത്ത് ദ ഡ്രഗ് വിച്ച് ഇസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ബോയിൽഡ്. ദ സ്റ്റീം അറൈസസ് ദ അസംബ്ലി ടു എ കണ്ടൻസർ. സ്റ്റീം ആൻഡ് ഇറ്റ് റീച്ചസ് ഇൻ ടു ദ കണ്ടൻസർ. And the condensate falls to the small burette on the right. This condensate contains oil floats in water. The water is gradually returned to the heated flask through diagonal conduct. After about 2 hours, the oil in the will be there in the burette. Oil volume in the burette can be measured. Clavinger apparatus, it is used to get a measurement of the oil yield. It is used for the hydrodistillation of extraction of volatile oils and it will gives the measurement of oil yield. 43 question number 43 answer option A volatile oil. Question number 44. The drug which is not obtained from seeds. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സീഡ്സിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാത്ത ഡ്രഗ് ഏതാണ്? അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 4 ഓപ്ഷനിലുള്ള 4 ഡ്രഗിൻ്റെയും സോഴ്സ് അറിയണം അല്ലേ?
ഓപ്ഷൻ എയിൽ നട്ട്മക്, ഓപ്ഷൻ ബി കാർഡമം, ഓപ്ഷൻ സി ഗ്വാർഗം, ഓപ്ഷൻ ഡി അസാഫോയിറ്റിഡ. സോ നട്ട്മക്കിൻ്റെ സോഴ്സ് എന്താണ്? ഇറ്റ് ഇസ് ദ കേർണൽ ഓഫ് ഡ്രൈഡ് റൈപ്പ് സീഡ് ഓഫ് മെർസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ് ടു ദ ഫാമിലി മെർസ്റ്റിക്കേസിയേ. കാർഡമം ആണെങ്കിൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് റൈപ്പ് സീഡ്സ് ഓഫ് എലിറ്റേറിയ കാർഡമം ബിലോങ് ടു സിഞ്ചുബറേസിയേ. ഗ്വാർഗം എന്താണ്? ഇറ്റ് ഇസ് എ സീഡ് ഗം ആണ്, പ്രൊഡ്യൂസ് ഫ്രം ദ പൗഡേർഡ് എൻഡോസ്പേം സീഡ്സ് ഓഫ് സെയാംപോസിസ് ടെട്രാഗോണോലോബുലസ് ബിലോങ് ടു ദ ഫാമിലി ലെഗുമിനോസിയേ. ദെൻ അസാഫോയിറ്റിഡ എന്താണ്? It is the oleogum resin obtained as a exudate by the incision of decapitated rhizome and roots of Ferula asaphoitida belong to the family Umbelliferae or Apiaceae. അപ്പോൾ ഇതിൽ ഏതാണ് സീഡിൽ നിന്ന് കിട്ടാത്തത്? അസാഫോയിറ്റിഡ. അസാഫോയിറ്റിഡയ്ക്ക് രണ്ട് സിനോണിം ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? ഡെവിൾസ് ഡങ് അല്ലെങ്കിൽ ഫുഡ് ഓഫ് ഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 44ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അസാഫോയിറ്റിഡ. Next question number 45. Hager's reagent as a solution of A. Iodine in potassium iodide, B. Potassium mercuric iodide, C. Picric acid, D. Sulfuric acid and dimethyl amino benzaldehyde. എന്താണ് ഹേഗേഴ്സ് റിയേജൻറ്റ്? ഓപ്ഷൻ സി picric acid is the correct answer. It is a reagent which is used for the detection of alkaloids. ആൽക്കലോയിഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ്. ഇത് കൂടാതെ ആൽക്കലോയിഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേറെയും റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ട്രോപ്സ് റിയേജൻറ്റ്. ഇറ്റ് ഇസ് എ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ബിസ്മത്ത് അയോഡൈഡ്. When the test sample containing alkaloid is treated with this potassium bismuth iodide or dragon drops reagent, it gives a orange color precipitate. അതുപോലെ ആൽക്കലോയിഡ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു റിയേജൻ്റ് ആണ് മേയേഴ്സ് റിയേജൻറ്റ്. It is potassium mercuric iodide solution and it gives a cream color precipitate with alkaloid. വേറൊരു റിയേജൻറ്റും കൂടെ ഉണ്ട്, വാഗ്നേഴ്സ് റിയേജൻറ്റ്, iodine in potassium iodide, which gives reddish brown precipitate with alkaloids. So 45, question number 45 answer option C. Question number 46. Which of the following is a cyanogentic glycoside? Option A. Sinigrin, B. Amygdalin, C. Salicin, D. Rein. തന്നിരിക്കുന്നതിൽ ഏതാണ് സൈനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്? ദ ഗ്ലൈക്കോസൈഡ്സ് വിച്ച് ക്യാൻ ജനറേറ്റ് ഹൈഡ്രോസൈനിക് ആസിഡ് അല്ലെങ്കിൽ പ്രൂസിക് ആസിഡ് ഓർ സൈനൈഡ് എന്നും കൂടി പറയും ഹൈഡ്രോസൈനിക് ആസിഡിനെ. അത് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഗ്ലൈക്കോസൈഡ്സിനെയാണ് സയനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ ചില സ്പീഷീസ് ഓഫ് ചില ബട്ടർഫ്ലൈസിലും പ്രസൻ്റ് ആണ്. അതിൻ്റെ പ്രിഡേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബട്ടർഫ്ലൈസിലും പ്രസൻ്റ് ആണ്. സൈനോജെനറ്റിക് ഗ്ലൈക്കോസൈഡിൻ്റെ എക്സാമ്പിളാണ് ഓപ്ഷൻ ബിയിലെ അമിഗ്ഡാലിൻ. അമിഗ്ഡാലിൻ ഇസ് പ്രസൻറ്റ് ഇൻ ബിറ്റർ ആൽമണ്ട്, അതുപോലെ തന്നെ പീച്ച് കേർണൽസിലൊക്കെ ഉണ്ട്. ചൈനീസ് മെഡിസിനിൽ അമിഗ്ഡാലിൻ്റെ യൂസും പറഞ്ഞിട്ടുണ്ട്. സ്മോൾ എമൗണ്ട് ഓഫ് അമിഗ്ഡാലിൻ പോയ്സണസ് അല്ല. അത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹൈഡ്രോസൈനിക് ആസിഡിനെ റിലീസ് ചെയ്താലും റിലീസ് ചെയ്യുന്ന ആ സൈനൈഡിനെ ഹെപ്പാറ്റോ എൻസൈംസ് ഡീടോക്സിക്കേറ്റ് ചെയ്ത് കളയും. ലാർജ് എമൗണ്ട് ആകുമ്പോഴാണ് അത് ടോക്സിസിറ്റിക്ക് കാരണമാകുന്നത്. ഇത് കൂടാതെയുള്ള സൈനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ എക്സാമ്പിളാണ് പ്രുനസിൻ ഇൻ വൈൽഡ് ചെറി ബാർക്ക്, അതുപോലെ തന്നെ ലിൻസീഡ് ഫ്ലക്സിലുള്ള ലിനുസ്റ്റാറ്റൻ. ദെൻ ഓപ്ഷൻ എയിലെ സിനിഗ്രിൻ എന്താണ്? ഇറ്റ് ഇസ് എ ഗ്ലൂക്കോസിനേറ്റ് ആണ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ സീഡ് ഓഫ് ബ്ലാക്ക് മസ്റ്റാർഡ്. സിയിലെ സാലിസിൻ എന്ന് പറയുന്നത് ആൽക്കഹോളിക് ബീറ്റ ഗ്ലൂക്കോസൈഡാണ്. ഓപ്ഷൻ ഡിയിലെ റീൻ എന്ന് പറയുന്നത് ആന്ത്രോക്കിനോൺ ഗ്ലൈക്കോസൈഡാണ്, റുബാർബിലുള്ള കാസിക് ആസിഡ് എന്നും കൂടി പറയും റീന്. ക്വസ്റ്റ്യൻ നമ്പർ 47. ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് ഡ്രഗ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് ഡ്രഗ് ഏതാണ്? എ. ഡിജിറ്റാലിസ്, ബി. അശ്വഗന്ധ, സി. സെന, ഡി. പുനർനവ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ബി. അശ്വഗന്ധ. ഓപ്ഷൻ എ ഡിജിറ്റാലിസിൻ്റെ യൂസ് അതൊരു കാർഡിയോട്ടോണിക് ആണ്. ഓപ്ഷൻ ബി അശ്വഗന്ധ മെമ്മറി ബൂസ്റ്റിംഗ്, ബ്രെയിൻ ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കും. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ഇൻ ആൻസൈറ്റി. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കും. ഇറ്റ് ഹാസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടി. സെന്നയുടെ യൂസ് എന്താണ്? ഇറ്റ് ഇസ് യൂസ് ടു ട്രീറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഓൾസോ ടു ക്ലിയർ ദ ബവൽ ബിഫോർ കോളനോസ്കോപ്പി. പുനർനവയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡയോററ്റിക് ആണ്, യൂസ്ഡ് ഇൻ ജോണ്ടിസ് കണ്ടീഷൻ
ദെൻ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഒബീസിറ്റി, അതുപോലെ തന്നെ ഹെപ്പാറ്റോട്ടോണിക് ആയിട്ട് യൂസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 47ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി അശ്വഗന്ധ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. Grey baby syndrome is produced by A. tetracycline, B. benzyl penicillin, C. gentamicin, D. chloramphenicol. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് ആൻറ്റിബയോട്ടിക് ആണ് ഗ്രേ ബേബി സിൻഡ്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ഡി ക്ലോറാംഫെനിക്കോൾ. എന്താണ് ഗ്രേ ബേബി സിൻഡ്രം? ഇറ്റ് ഈസ് എ സിൻഡ്രം വിച്ച് ഇസ് ഡ്യൂ ടു ദ ടോക്സിസിറ്റി ഓഫ് ക്ലോറാംഫെനിക്കോൾ ഇൻ ദ ന്യൂ ബോൺ, എസ്പെഷ്യലി ഇൻ ദ പ്രീമച്വർ ന്യൂ ബോണിൽ കാണുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നെസസറി ലിവർ എൻസൈം ടു മെറ്റബലൈസ് ദ ഡ്രഗ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ദ ഡ്രഗ് അക്യുമുലേറ്റ്സ് ഇൻ ദ ബോഡി ആൻഡ് ഇറ്റ് കോസസ് ഹൈപ്പർടെൻഷൻ, സൈനോസിസ് ഉണ്ടാക്കും. സൈനോസിസ് മീൻസ് ബ്ലൂ കളർ ഓഫ് ലിപ്സ്, നെയിൽ, സ്കിൻ ഫ്രം ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. Then it can cause circulatory collapse and finally death it can cause. Chloramphenicol നമുക്കറിയാം, it is an antibiotic ആണ്. It acts by interfering the protein synthesis. It directly interferes the substrate binding in the ribosome. When compared to macrolides, azithromycin ഒക്കെ ആണെങ്കിൽ അത് sterically block the progression of the growing peptides ആണ്. പക്ഷേ ഇത് chloramphenicol എന്ന് പറയുന്നത് directly interferes the substrate binding in the ribosomes. Tetracycline നമുക്കറിയാം, it is also an antibiotic which inhibit the protein synthesis by blocking the attachment of the charged amino acyl tRNA to the A site on the ribosome. Binds to the subunit and prevent the introduction of new amino acid to the nascent peptide chain. New amino acid nascent peptide chain add ചെയ്യാതെ വരുമ്പോൾ what happens? Peptide chain synthesis stop ചെയ്യും, thereby it inhibits the protein synthesis. Gentamicin is an antibiotic. It is an antibiotic which binds to the 30S ribosomal subunit of the microbe and thereby inhibit the protein synthesis. Question number 48 in the answer ആണ് option D chloramphenicol. Next question number 49. A benzomorphan derivative. Option A levorphanol, option B pethidine, option C pentazocine, option D buprenorphine. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 ഒപ്പിയോയിഡ്സ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബെൻസോമോർഫൻ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ, ഓർ നാർക്കോട്ടിക് അനാൽജസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ആക്ട് ഓൺ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ആണ് ആൻഡ് ദേ പ്രൊഡ്യൂസ് മോർഫിൻ ലൈക്ക് എഫക്റ്റ്. ദേ ഹാവ് അനാൽജസിക് പ്രോപ്പർട്ടി ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മോഡറേറ്റ് ടു സിവിയർ പെയിൻ. നാർക്കോട്ടിക് അനാൽജസിക്സ് നമ്മൾ പറയും. ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് ഫിനാന്ത്രീൻസ്, എക്സാമ്പിൾ മോർഫിൻ, ബെൻസോമോർഫാൻസ് അതിൻ്റെ അകത്ത് വരുന്നതാണ് പെൻഡോസോസൈൻ, ഫീനൈൽ പൈപ്രിഡിൻ അതിൽ വരുന്നതാണ് മെപ്രിഡിൻ, ഡൈഫീനൈൽ ഹെപ്റ്റെയിൻസിൽ വരുന്നതാണ് മെത്തഡോൺ, ഫീനൈൽ പ്രൊപ്പൈലാമീൻസിൽ വരുന്നതാണ് ട്രമഡോളൊക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബെൻസോമോർഫൻ ഡെറിവേറ്റീവ് ഏതാണ്? ഓപ്ഷൻ സി പെൻഡസോസൈൻ. പെൻഡസോസൈൻ, ഡിസോസൈൻ, എപ്റ്റസോസൈൻ ഒക്കെ മിക്സ്ഡ് അഗോണിസ്റ്റ് ആൻഡ് അഗോണിസ്റ്റ് ആണ് അറ്റ് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ്. അതായത് ഇറ്റ് ഈസ് ആൻ അഗോണിസ്റ്റ് അറ്റ് കാപ്പ ആൻഡ് സിഗ്മ ഒപ്പിയോയിഡ് റിസപ്റ്റർ ആൻഡ് ഇറ്റ് ഹാസ് ആൻ വീക്ക് ആൻറ്റഗോണിസ്റ്റ് പ്രോപ്പർട്ടി അറ്റ് മ്യൂ റിസപ്റ്റർ. ഓപ്ഷൻ എയിലെ ലിവോർഫെനോൾ എടുത്താൽ അതൊരു സിന്തറ്റിക് ഒപ്പിയോയിഡ് ആണ്. ഓപ്ഷൻ ബിയിലെ പെത്തഡിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്, അത് പോസ്റ്റ് അനസ്തറ്റിക് ഷിവറിങ്ങിന് യൂസ് ചെയ്യും. Question number 50. Which one of the following is a racemic compound? Option A hyoscyamine, B atropine, C hyoscine, D physostigmine. തന്നിരിക്കുന്നതിൽ ഏതാണ് റസമിക് കോമ്പൗണ്ട്സ്? റസമിക് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? കോമ്പൗണ്ട്സ് ഇൻ വിച്ച് 2 ഇനാൻഷോമേഴ്സ് പ്രസൻ്റ് ആയിരിക്കും ഈക്വൽ എമൗണ്ടിൽ ഇൻ എ വെൽ ഡിഫൈൻഡ് അറേഞ്ച്മെൻറ്റ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി അട്രോപ്പിൻ. അട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു റസമിക് കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഇസ് ആൻ ആൻറ്റികോളിനർജിക് ഏജൻ്റ് ആണ് അല്ലേ? ആൻറ്റികോളിനർജിക് ഏജൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബ്ലോക്സസ് ദ കോളിനർജിക് പ്രോപ്പർട്ടി ബ്ലോക്ക് ചെയ്യുന്ന ഏജൻ്റ് ആണ്. കോളിനർജിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് അസറ്റൈൽ കൊളിൻ്റെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ആണ്. അത് തന്നെ നിക്കോട്ടിനിക് മസ്കാരനിക് ഉണ്ട്. ആൻഡ് അട്രോപ്പിൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മസ്കാരനിക് ആൻറ്റഗോണിസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഈക്വൽ പാർട്സ് ഓഫ് ഡി ആൻഡ് എൽ hyoscyamine. So it is a racemic compound. Question number 51. Glycogenolysis is the breakdown of stored glycogen to option A
പൈറുവിക് ആസിഡ്, ബി ലാക്റ്റിക് ആസിഡ്, സി ഗ്ലൂക്കോസ്, ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഗ്ലൈക്കോജീനോലൈസിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ടാണ് മാറുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഗ്ലൂക്കോസ്. Glycogenolysis is a process by which the glycogen is the primary carbohydrate stored in the liver and the muscle cells of animals. It is broken down to glucose to provide energy. Then what is glycolysis? Glycolysis നമുക്ക് ഇവിടെ നോക്കാം. Glycolysis നമുക്കറിയാം, it is a metabolic pathway in which oxidation of glucose occur. ഓക്സിഡേഷൻ എയറോബിക്കലി ആണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് പൈറുവേറ്റ് ആയിരിക്കും, അനൈറോബിക്കലി ആണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിരിക്കും. ഗ്ലൈക്കോളിസിന് വേറൊരു പേരും കൂടെ പറയുമല്ലോ, അതാണ് എംഡൻ മെയർഹോഫ് പാത്വേ എന്ന് പറയും. ദെൻ വാട്ട് ഇസ് ക്രെബ് സൈക്കിളും കൂടെ ഇവിടെ നമുക്ക് ഓർക്കാം. ക്രെബ് സൈക്കിളിൻ്റെ വേറൊരു പേരാണ് TCA സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ. നമുക്കറിയാം, ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടു റിലീസ് ദ സ്റ്റോർഡ് എനർജി ത്രൂ ഓക്സിഡേഷൻ ഓഫ് ദ അസറ്റൈൽ കൊളിൻ എൻസൈം which is derived from carbohydrate, fats, etc. to ATP and carbon dioxide. That is known as TCA cycle or citric acid cycle. So question number 51 the answer എന്ന് പറയുന്നത് C, glucose. Question number 52. Which one is a ketone body? തന്നിരിക്കുന്നതിൽ ഏതാണ് ketone body എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ സോഡിയം ടോറോക്ലേറ്റ്, ബി ബീറ്റ ഹൈഡ്രോക്സിബ്യൂട്ടറേറ്റ്, സി കൈലോമൈക്രോൺസ് ആൻഡ് ഡി കൊളസ്ട്രോൾ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. അസറ്റോൺ, അസറ്റേറ്റ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, ഇത് മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വാട്ടർ സൊല്യൂബിൾ മോളിക്യൂൾസ് കണ്ടെയ്നിങ് കീറ്റോണിക് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആണ്. എവിടുന്ന്? ഫ്രം ഫാറ്റി ആസിഡ് ഡ്യൂറിങ് ദ പീരീഡ്സ് ഓഫ് ലെസ് ഫുഡ് ഇൻടേക്ക് ഓർ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റീവ് ഡയറ്റ്, അതും അല്ലെങ്കിൽ പ്രൊലോങ്ഡ് എക്സസൈസ് ഓർ ഇൻ അൺട്രീറ്റഡ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് കേസ്. അപ്പോഴൊക്കെയാണ് കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കീറ്റോസിസ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? വെൻ റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ദിസ് കീറ്റോൺ ബോഡീസ് ഇസ് മോർ ദാൻ ഇറ്റ്സ് യൂട്ടിലൈസേഷൻ, ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് ഇൻക്രീസസ് ആൻഡ് ബ്ലഡിലെ കീറ്റോൺ ബോഡീസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ അതിനെ നമ്മൾ കീറ്റോണിമ എന്ന് പറയും. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻക്രീസസ്, അതിനെ നമ്മൾ എക്സ്ക്രീഷൻ ഇൻ യൂറിനെ കീറ്റോനൂറിയ എന്ന് പറയും. കീറ്റോണിമ ആൻഡ് കീറ്റോനൂറിയ ടുഗദർലി നോൺ ആസ് കീറ്റോസിസ്, അതിനാണ് നമ്മൾ കീറ്റോസിസ് എന്ന് പറയുന്നത്. കീറ്റോൺ ബോഡിയായിട്ട് അസോസിയേറ്റ് ചെയ്ത വേറൊരു ടേം കൂടെ ഉണ്ട്, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അതെന്താണ്? ഡയബറ്റിക്സ് മെലിറ്റസ്, എസ്പെഷ്യലി ടൈപ്പ് 1 ഡയബറ്റീസ് നമുക്കറിയാം ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ദിസ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഗ്ലൂക്കോഗൺ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ബോഡിയിൽ. അപ്പോൾ ദിസ് ഇൻഡ്യൂസസ് ദ ലിവർ ടു പ്രൊഡ്യൂസ് മോർ ഗ്ലൂക്കോസ് ഒരു ഗ്ലൂക്കോസ് അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യും, causing this acetyl coenzyme A resulting from beta oxidation of fatty acid to be converted to ketone bodies. Acetyl coenzyme ketone bodies ആയിട്ട് മാറും. So there is a more level of ketone bodies in the blood which decreases the pH of the blood plasma and also which reflexly trigger the kidney to excrete acidic urine. Osmotic diuresis also occurs due to large amount of glucose and ketone bodies and it leads to the removal of water and electrolyte from the blood. Thus what happens is potentially fatal dehydration ഉണ്ടാവും ഡയബറ്റിക് കീറ്റോ അസിഡോസിസിൽ. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഇനി നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സോഡിയം ടോറോക്ലോറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ കോളിക് ആസിഡാണ്. ഇറ്റ്സ് എ ബൈൽ ആസിഡാണ് ആക്ച്വലി ആൻഡ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. കൈലോമൈക്രോൺസ് നമുക്കറിയാം അൾട്രാ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആണ്. They are lipoprotein particles that consist of triglycerides, phospholipids, cholesterol and proteins. Cholesterol എന്താണ്? ഒരു സ്റ്റീറോൾ ആണ്. Just a type of lipid that is needed for or that act as a building block for cell membrane, hormones like estrogen, testosterone, etc. Next, question number 53. A ketogenic amino acid. Option A, alanine, B, lysine, C, leucine, ഡി വാലൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്? സോ അമിനോ ആസിഡ്സ് എന്താണെന്ന് നമുക്കറിയാം. ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അമിനോ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അലോങ് വിത്ത് സ്പെസിഫിക് സൈഡ് ചെയിൻ. അതിന് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ക്ലാസിഫിക്കേഷനാണ് ഗ്ലൂക്കോജനിക്, കീറ്റോജനിക്, ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്. അതിൽ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ദോസ് അമിനോ ആസിഡ്സ് ദാറ്റ് ഗിവ് ഗ്ലൂക്കോസ് that get converted to glucose, gluconeogenesis ഒക്കെ വരും.
and those amino acids that get converted to acetyl-CoA may thereby converted to ketone bodies അതിനെയാണ് നമ്മൾ കീറ്റോജനിക് എന്ന് പറയുന്നത്. ഗ്ലൂക്കോജനിക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് അലാനിൻ, വാലിൻ, ആർജിൻ, അസ്പാർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റിൻ, ഗ്ലൂട്ടമിക് ആസിഡ്, ഗ്ലൂട്ടമീൻ, ഹിസ്റ്റഡിൻ, മെത്തിയോണിൻ, പ്രൊലീൻ, സിറിൻ ഒക്കെ. ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്കിൻ്റെ എക്സാമ്പിൾ ആണ് ഫീനൈൽ അലാനിൻ, ഐസോലൂസിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ. കീറ്റോജനിക് മാത്രമായിട്ടുള്ളതാണ് ലൂസിൻ ആൻഡ് ഗ്ലൈസിൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 53ക്ക് 2 ആൻസർ ഉണ്ട്. ബി ആൻഡ് സി കറക്റ്റ് ആൻസർ ആണ്. ബോത്ത് ബി ആൻഡ് സി ആർ കീറ്റോജനിക് അമിനോ ആസിഡ്. ഓപ്ഷൻ എ ആൻഡ് ഡി ആർ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് എറിത്രോസൈറ്റ്സ് ഇൻ ഹ്യൂമൻസ്. RBCയുടെ ആവറേജ് ലൈഫ് സ്പാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 100 ഡേയ്സ്, ഓപ്ഷൻ ബി 45 ഡേയ്സ്, ഓപ്ഷൻ സി 120 ഡേയ്സ്, ഓപ്ഷൻ ഡി 90 ഡേയ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 100 ഡേയ്സ്, സോറി ഓപ്ഷൻ സി 120 ഡേയ്സ്. എറിത്രോസൈറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 110 to 120 ഡേയ്സ് ആണ്. ലൂക്കോസൈറ്റ്സ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെത് 13 to 20 ഡേയ്സും പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ 8 to 9 ഡേയ്സും. Question number 55. Milky white color of urine is due to the presence of option A albumin, option B fat globules, option C hemoglobin, option D nephritis. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ് മിൽക്കി വൈറ്റ് കളർ യൂറിന് കൊടുക്കുന്നത്. പ്രസൻസ് ഓഫ് മിൽക്കി വൈറ്റ് കളർ ഇൻ യൂറിൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ദെൻ ആൽബമിൻ യൂറിൻ ഉണ്ടെങ്കിൽ, ആൽബമിൻ ഇസ് എ പ്രോട്ടീൻ, അത് യൂറിൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ആൽബമിനൂറിയ ആൻഡ് ഇറ്റ് ഇസ് ആൻ സൈൻ ഓഫ് കിഡ്നി ഡിസീസ്. ഈ ഫാറ്റ് യൂറിനിൽ വന്നാൽ വി കോൾ ഇറ്റ് ആസ് ലിപ്പിഡ്യൂറിയ. അതുപോലെ ഹീമോഗ്ലോബിൻ യൂറിനിലുണ്ടെങ്കിൽ ഹെമറ്റ്യൂറിയ എന്ന് പറയും. ഓപ്ഷൻ ഡിയിലെ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് നെഫ്രോൺ. നെഫ്രോൺ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അതിൻ്റെ ഇൻഫ്ലമേഷനാണ് നെഫ്രൈറ്റസ്. ക്വസ്റ്റ്യൻ നമ്പർ 56. സിവിയർ ഫോം ഓഫ് അനീമിയ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിവിയർ ഫോം ഓഫ് അനീമിയ ഏതാണ്? ഓപ്ഷൻ എ ഹീമോലൈറ്റിക് അനീമിയ, ബി റീജനറേറ്റീവ് അനീമിയ, സി നോൺ റീജനറേറ്റീവ് അനീമിയ ആൻഡ് ഡി മെഗാലോസൈറ്റിക് അനീമിയ. 57th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി മെഗാലോസൈറ്റിക് അനീമിയ ആണ്. അൺട്രീറ്റഡ് ആണെങ്കിൽ എല്ലാ അനീമിയാസും ശരിക്കും പറഞ്ഞാൽ സിവിയർ തന്നെയാണ്. അനീമിയ എന്താണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അബ്സല്യൂട്ട് റിഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽ മാസ് ആണ്, ആസ് മെഷേർഡ് ആസ് ഡിക്രീസ് ഇൻ RBC കൗണ്ട്, ഹീമോഗ്ലോബിൻ കൗണ്ട് ഓർ പാക്ക് സെൽ വോളിയം. ആൻഡ് ദിസ് അനീമിയ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. നമുക്കറിയാം കോമൺ ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയ, ദെൻ അപ്ലാസ്റ്റിക് അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഹെറിറ്റഡ് ആൻഡ് അക്വയർഡ്. ഇൻഹെറിറ്റഡിൽ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ, തലസീമിയ. അക്വയർഡിൽ വരുന്നതാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അനീമിയ, ഇൻഫെക്ഷൻ ഇൻഡ്യൂസ്ഡ് അനീമിയ. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. റീജനറേറ്റീവ് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മളുടെ ബോൺ മാരോ റെസ്പോൺസ് ടു ദ അപ്രോപ്രിയറ്റ്ലി ടു ദ റിഡക്ഷൻ ഓഫ് RBC. റീജനറേറ്റീവ് അനീമിയയിൽ RBCയുടെ അളവ് കുറഞ്ഞാലും വാട്ട് ഹാപ്പൻ, ബോൺ മാരോ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുത്ത് RBCയുടെ അളവ് കൂട്ടും. അതുപോലെ തന്നെ റെറ്റിക്കുലോസൈറ്റിൻ്റെ റിലീസ് കൂട്ടും. നെക്സ്റ്റ് നോൺ റീജനറേറ്റീവ് അനീമിയയുടെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ബോൺ മാരോ റെസ്പോണ്ട് ചെയ്യുന്നത് ഇൻഅപ്രോപ്രിയേറ്റ്ലി ആയിരിക്കും. ഡിക്രീസ്ഡ് RBCക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും ബോൺ മാരോ റെസ്പോണ്ട് ചെയ്യുന്നത്. റീജനറേറ്റീവിൻ്റെ എക്സാമ്പിളാണ് ഹെമറേജ് അനീമിയ, ഹീമോലൈസിസ് കാരണം ഉണ്ടാകുന്ന അനീമിയൊക്കെ. ഡീജനറേറ്റീവിൻ്റെ എക്സാമ്പിളിൽ വരുന്നതാണ് ഡിക്രീസ് എറിത്രോപോയിറ്റിൻ കാരണമുള്ള അനീമിയൊക്കെ. മെഗാലോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൽ വരുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വിച്ച് ക്യാൻ ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. വേർഡ് പെർനീഷ്യസ് തന്നെ ഹാംഫുൾ എന്നാണ് പറയുന്നത്. വൺസ് ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ ഡെഡ്ലി ഡിസീസ്. കാരണം ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ഡെഡ്ലി ഡിസീസാണ്. അൺട്രീറ്റഡ് ആയിട്ടാണെങ്കിൽ ഹാം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ മെഗാലോസൈറ്റിക് അനീമിയയിൽ തന്നെ വരുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അത് ഇറ്റ് ക്യാൻ ഓൾസോ ഒക്കർ ഡ്യൂ ടു ഇമ്പയർഡ് DNA സിന്തസിസ് ആൻഡ് റിപ്പയർ, ഓഫൻ ഡെഫിഷ്യറ്റ് ഇൻ ദ ഡിഫക്റ്റ് ഓർ ഡെഫിഷ്യറ്റ് ഇൻ തൈമിഡിൻ പ്രൊഡക്ഷൻ കാരണം ഉണ്ടാവാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി മെഗാലോസൈറ്റിക് അനീമിയ. ഇഫ് അൺട്രീറ്റഡ് ഏത് അനീമിയ ആണെങ്കിലും ഇറ്റ് ക്യാൻ ലീഡ്സ് ടു സിവിയർ പ്രോബ്ലംസ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 57. Malicious reagent is used to detect the presence of
മൊളിഷ്യസ് റിയേജൻ്റ് എന്തിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓപ്ഷൻ എ എമറ്റിൻ, ബി ആൽബമിൻ, സി കൊളസ്ട്രോൾ ആൻഡ് ഡി ലാക്ടോസ്. എന്താണ് മൊളിഷ്യസ് റിയേജൻ്റ്? എ സൊല്യൂഷൻ ഓഫ് ആൽഫ നാഫ്തോളിൻ 95% എത്തനോളിലാണ് വി കോൾഡ് ആസ് മൊളിഷ്യസ് റിയേജൻറ്റ്. ആൻഡ് മൊളിഷ്യസ് ടെസ്റ്റ് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മൊളിഷ്യസ് ടെസ്റ്റ്? To the sample solution, if we add malicious reagent, that is a solution of alpha naphtholene ethanol, then after that the concentrated sulfuric acid should be added along the sides of the test tube. So observation എന്തായിരിക്കും? 2 layers will be formed and the formation of a purple color ring between the layers. It indicates the presence of carbohydrates. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റാണ് മൊളിഷ്യസ് ടെസ്റ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കാർബോഹൈഡ്രേറ്റ്? ഓപ്ഷൻ എയിലെ എമറ്റിൻ ഒരു ആൽക്കലോയിഡാണ്, ബിയിലെ ആൽബമിൻ ഒരു പ്രോട്ടീനാണ്, സിയിലെ കൊളസ്ട്രോൾ ലിപ്പിഡാണ്. സോ ഓപ്ഷൻ ഡിയിലെ ലാക്ടോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇറ്റ് ഇസ് എ ഡൈസാക്രിഡ്, അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് മിൽക്ക് ഷുഗർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് മോളിക്യൂൾസ്. സോ ദ കറക്റ്റ് ആൻസർ ഓഫ് 57th ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി ലാക്ടോസ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.